ഇവന്മാരെ 3 പേര് എനിക്ക് ഒരു പരിചയം പോലും ഇല്ല. അവന്മാർ വഴി വെച്ചെല്ലാം നിർത്തിയിട്ട് കൊള്ളാം. ഞാൻ വഴി കൂടി പോവായിരുന്നു, ഇവന്മാര് ഫുഡ് വേണമെന്ന് പറഞ്ഞ എന്നെ പിടിച്ച് നിർത്തി. വാട്സ്ആപ്പ് ബോയ്സും ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. എന്താ കൊടുങ്കാറ്റ് വല്ലോ എത്ര കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാനിപ്പം അമ്മയൊന്നും കാണുന്നില്ല, അമ്മയച്ഛനൊന്നും, അവരൊക്കെ കടയിൽ പോയെന്ന് തോന്നുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ പോയിട്ട് ബുൾസൈ ഉണ്ടാക്കട്ടെ. ഇന്ന് കുറെ ഓൾറെഡി ജോലി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ മഴയും പെയ്യുന്നുണ്ട്. അപ്പൊ ഇതാരാണ് അവന്റെ മുഖത്ത് കരിവാരി തേച്ചത്? ഇവനെ കരിയാക്കിയ ആരുടെ വീട്ടിലോട്ടൊക്കെയാണ് നീ പോകുന്നത്? അവർ കരിവാരി തേക്കാൻ വേണ്ടി അവർക്ക് തിന്നു കൊടുക്കുന്നത് നീ. എനിക്ക് മറ്റേ ഫ്ലാറ്റ് സാധനം കിട്ടുന്നില്ലായിരുന്നു, അപ്പം ഇതിനകത്ത് ഉണ്ടാക്കാം മുട്ട. ഇത് അയണിന്റെ തന്നെ, ഇരുമ്പിന്റെ തന്നെ. അപ്പം മതിയായിരിക്കും, നല്ലതായിട്ട് ചൂടാകട്ടെ. അതാകുമ്പം മുട്ട ഇങ്ങനെ. ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഉപ്പ ഞാൻ കഴിക്കാൻ പോകുന്നില്ല. ഇത് ചൂടായെന്ന് തോന്നുന്നു. എൻ്റെ ഇടയ്ക്ക് ഒന്നും ചോദിക്കരുത്, അതിനകത്ത് ഉണ്ടാക്കാൻ ഒടുക്കത്തെ പാടായിരുന്നു. ചില കരിഞ്ഞു പോയെന്ന് തോന്നുന്നു. ആദ്യത്തെ 2 മുട്ട ഓൾറെഡി അത് കരിഞ്ഞായിരുന്നു. ഞാനതുകൊണ്ട് അത് കഴിച്ച്. ഇപ്പൊ ബാക്കിയുള്ള മുട്ടയും കൂടിയാ. കാണാൻ ലുക്കില്ല. കണ്ട നീ എന്തിനാ എൻ്റെ പടി വന്നത്? എന്താ എല്ലാവരും എൻ്റെ പടിയിലോട്ട്? എന്തൊക്കെ ചോദിക്കരുത്. ആ 6 മുട്ടയ്ക്കകത്തുനിന്ന് 5 മുട്ടയും കരിഞ്ഞു പോയായിരുന്നു. ഒരെണ്ണം മാത്രം കൊള്ളാവുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ എല്ലാം കഴിച്ച്. എൻ്റെ പുലിക്കുട്ടിക്ക് ആഹാരം വേണോ? പുലിക്കുട്ടിയെ കരിവാരി തേച്ചിരിക്കുകയാണല്ലോ. എന്നാ ഞാൻ വീഡിയോ എടുക്കാൻ പോകാനുള്ള സമയമായി. ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങാൻ പോവുകയാണ്. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ 10,000 നോട്ടിന്റെ മറ്റേ ഇത് കെട്ടില്ലായിരുന്ന, അതിൽ നിന്ന് 3000 എടുത്താണ് ആ ചേട്ടന് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളറ ചില്ലറ ചിക്കനും അത് ഇതൊക്കെ ആയിട്ട് കുറച്ചുകൂടി പൈസ പോയി. ഇപ്പൊ 4,500 രൂപ ബാക്കിയുള്ളൂ. അപ്പൊ ഇനി പിന്നെയും പോയി ആ കെട്ട് മേടിക്കണം. അപ്പൊ ഇത് ബാങ്കിൽ നിന്ന് മേടിക്കണം. അമ്മയ്ക്ക് ഇപ്പൊ തിരക്കുവാണ്, അമ്മ പോയി മേടിക്കുകയും ചെയ്യണം. പിന്നെ ഈ മഴ കാരണം ഇന്ന് വീഡിയോ നടക്കുമെന്നും അറിയത്തില്ല. നോക്കിക്കേ, അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം മെഡിസിൻ എന്ന്. വേറെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് പൈസ വരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ അമ്മയുടെ കയ്യിലുള്ള പൈസ ഞാൻ മേടിക്കുന്നത്. അമ്മ ഓൾറെഡി 10 തന്ന്, ഇനിയും 10 എടുക്കാൻ അമ്മ കലി കയറുമായിരിക്കും. ഒരിക്കലും ഇല്ല. അമ്മയുടെ ഉണ്ടായില്ല ഈ 10 എടുക്കാനൊക്കെ. അമ്മയുടെ അക്ഷയപാത്രമല്ലേ അതിങ്ങനെ വീണോണ്ടേ. അയ്യോ പാവം. അന്നിക്കല്ല അർജുന വിശ്വാസം. ആ വിശ്വാസമാണല്ലോ. അമ്മയ്ക്ക് ഞാൻ ഇതുവരെ വയലിന്റെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ആ വാഷിംഗ് മെഷീൻ മാത്രമാ. പിന്നെ ആ കമ്മലും എപ്പോ നോക്കിയാ ഗാർഡൻ എടാ പനിക്കൂർക്ക് ഇരിപ്പുണ്ട്. ശരി ശരി. അപ്പം മഴ പെയ്യുന്നോണ്ട് ഇന്ന് വീഡിയോ നടക്കാന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അമ്മ പോയില്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പിന്നെ അടുത്ത മാസം പാപ്പരായി കിടക്കും. അപ്പൊ ഒരു പണി ചെയ്യാനുള്ളത് ഇയാള് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ബാങ്കിൽ ഇറക്കി ഞാൻ അതങ്ങോട്ട് അവരെ പറഞ്ഞു ഓർഡർ ആക്കിക്കൊണ്ട് ഞാനോട് ഒരു ബസ്സിന് പൊക്കോളാം. ഞാനവിടെ സാറിനോട് പറഞ്ഞോളാം, കൊടുത്തോളാം. അപ്പൊ അവര് തരും. പുറത്ത് മഴ നടക്കുന്നു, കണ്ടൻസർ ഇരിക്കുന്ന കണ്ട ആ നിഗ്രോ ഇരിക്കുന്ന കണ്ട എന്നെ. ഒരു വിലയില്ല. എന്താടാ മടുത്താ ജീവിതം. ബാങ്ക് അടച്ചു കിടക്കുവാണല്ലോ, ഇനി പൈസ എവിടെ നിന്ന് എടുക്കും? അമ്മ അങ്ങനെ എന്നെ കൊണ്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുവന്നിപ്പിച്ചു. ഏതായാലും മുടി നോക്കിയിട്ട് നിങ്ങളൊന്നും പറയണ്ട, അത് ആ ക്രീം വരട്ടെ സെറ്റ് ആവും. ഇപ്പൊ എന്തായാലും ഞാൻ അമ്മേനെ ഇപ്പൊ ആക്കിയിട്ട് വന്നതല്ലേ. അമ്മേനെ ആക്കിയിട്ട് വന്ന് ഇപ്പൊ അമ്മ ഏതൊരു ഫയൽ മറന്നു വണ്ടിക്കകത്ത് തിരിച്ചു കൊണ്ടു കൊടുക്കണമെന്ന്. ഓൾറെഡി ലേറ്റ് ആണ്. ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ച് അതിനും ലേറ്റ് ആണ്. അപ്പം ക്യാമറമാൻ്റെ വീട്ടിൽ ഇപ്പോൾ അവനെ പൊക്കിയായിട്ട് വീഡിയോ എടുക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. ആയിട്ട് പൈസയും കിട്ടിയില്ല. ബാക്കി പൈസ 500 നോട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ കിടക്കുവാണെന്ന്. അപ്പോൾ എന്നാലും ആദ്യം അമ്മയുടെ പോയിട്ട് സാധനം തിരിച്ചു കൊടുത്തിട്ട് വരാം. ഞാൻ ലേറ്റ് അവിടെ. അപ്പോൾ ഞാൻ തിരിച്ചെത്തിയിട്ട് അമ്മ ഇറങ്ങി വരുന്നു. അമ്മ സ്വന്തമായിട്ടാണ് ഈ ഫയൽ വണ്ടിക്കകത്ത് വെച്ചത്. എന്നാ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓൾറെഡി 3:30 3:30 ഇനി ആ ക്യാമറമാൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ടൗണിലെത്തി വരുമ്പോൾ തന്നെ ഒരു 4:15 പിന്നെ കുളിക്കണം. അങ്ങനെയൊക്കെ വരുമ്പം പിന്നെയും ലേറ്റ് ആവും. ഞാൻ ഒന്നും കഴിച്ചിട്ടും ഇല്ല. പല ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ലേറ്റ് ആവും. അപ്പോൾ എല്ലാം കൂടി ലേറ്റ് ആകുന്ന സ്ഥിതിക്ക് ഇന്ന് എന്തായാലും നടക്കില്ല. പെട്ടെന്ന് തീർത്തി ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നല്ലതായിട്ട് പോകത്തില്ല. ഈ ഡയറ്റിനകത്ത് ഞാനിപ്പോൾ ബട്ടറും കഴിക്കാൻ തുടങ്ങി. വെറുതെയും കഴിക്കും, ഫുഡിൽ വിടും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിക്കുന്നത് കേട്ടോ, ഞാൻ കഴിക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ കഴിച്ചിട്ട് എനിക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഡയറ്റിന് ബെസ്റ്റാണ്. ഞാൻ ഫുഡ് കഴിച്ച് ഫുള്ളായിട്ടിരിക്കുവാണ്. പോകാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഓൾറെഡി ഫുഡ് കഴിച്ചപ്പോൾ തന്നെ 4:30 ഇനി എന്തായാലും കുറച്ച് നേരം കിടക്കട്ടെ മോനെ. ഞാനങ്ങനെ ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ. കുറച്ചേറെ ഇറച്ചി കഴിച്ചേ, വയറ് നിറഞ്ഞിരിക്കുന്നു. ഇന്നലെ ഗ്യാസ് ആയിരുന്ന കാരണം ഇന്ന് വയറ് നിറഞ്ഞിരിക്കും. എൻ്റെ ഒരു കാട്ടം നമുക്ക് ജിമ്മിൽ പോവാം. നാളെ മറ്റേ വീഡിയോ ചെയ്യാൻ പറ്റില്ല. നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച കടയൊന്നും കാണത്തില്ല. അപ്പോൾ ഈ സാധനം മേടിക്കേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കടയിൽ കിടച്ചിലൊക്കെ. അപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് മിക്ക കാര്യത്തിലും മടിയാണ്.
ഇതിപ്പോൾ തള്ളി ഞാൻ കൊണ്ടുപോകാൻ തന്നെ. എനിക്ക് എല്ലാവരെ പോലെ എനിക്ക് മിക്ക കാര്യത്തിനും മടിയൊക്കെ തന്നെ. ആ മടി ഞാൻ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ മുമ്പിലോട്ട് വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ കിടന്നുറങ്ങാൻ എനിക്ക് തോന്നുന്നു. ഇത് ഡേ 19 ഓഫ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷൻ്റെ വീഡിയോ ആണ്. ഡേ 1 നിന്ന് ഡേ 9 നല്ല വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ കുറച്ച് മിക്സ് ആയിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം മിസ് ചെയ്തുകൊണ്ട് ഏറ്റവും ആദ്യം ഞാൻ 100 കിലോയുടെ സ്മിത്ത് മെഷീൻ സ്ക്വാട്ടാണ് ചെയ്തത്. വലുതായിട്ട് ഞാൻ താഴെ പോകാത്തതുകൊണ്ട് ഞാൻ 20 കിലോയുടെ കൂട്ടി പിന്നെ കുറച്ചൊരു ഡീപ്പ് സ്ക്വാട്ട് എടുക്കാൻ തുടങ്ങി. എനിക്ക് സ്മിത്ത് മെഷീൻ സ്ക്വാട്ട് ഏറ്റവും ഇഷ്ടമല്ല, പക്ഷേ സ്ക്വാട്ടിന്റെ ബാറൊക്കെ ഫ്രീ അല്ല, അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും. അടുത്ത ഞാൻ ചെയ്തത് ഹാംസ്ട്രിങ് കേളാണ്. ഈ 2 ഐറ്റം മാത്രമേ ഞാൻ കാലിന് കളിച്ചുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഞാൻ അപ്പർ കളിക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റഡ് പുള്ളപ്പ് കുഴപ്പമില്ല. ഞാൻ 25 കിലോ വെച്ച് എങ്ങനെ ചെയ്ത് അതൊക്കെ തന്നെയാണ് 30 കിലോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അടുത്ത ഞാൻ കളിച്ചത് ലാറ്ററൽ റേസ് ആണ്. എനിക്ക് മനസ്സിലായി ആദ്യം ലെഗ് പിന്നെ ബാക്ക് പിന്നെ ഷോൾഡർ മിക്സ് അല്ലേ, അതുകൊണ്ട് ഇങ്ങനെയാണ്. ഡേ 1 തൊട്ട് ഇന്ന് വരെ ഏകദേശം എന്റെ ബോഡി വെയിറ്റിന് വലിയ വ്യത്യാസവും ഇല്ല. 1 കിലോ അങ്ങാണ്ടും മുമ്പിലോട്ടും പുറകിലോട്ടും അങ്ങാണ്ട് ആയിട്ടുണ്ട്. ഫ്ലാഗിന് വലിയ പ്രോഗ്രസ് ഇല്ല. എന്തൊക്കെ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ബാൻഡ് കൂടി മേടിച്ചിട്ട് നേരെയവ ചെയ്താൽ വല്ലതും നടക്കും. ഇന്ന് ജിമ്മിൽ വേറൊരു വിറ്റ് കിടന്നറിയാം. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിനിടക്ക് ഒരു പയ്യനെടുക്ക് ചോദിക്കുക, ചേട്ടൻ അവക്കാഡോ കുടിച്ചാന്ന്, അവക്കാഡോയുടെ ജ്യൂസ്. ഞാൻ പറഞ്ഞു അവക്കാഡോയുടെ ജ്യൂസ് ഇല്ലല്ലോ. പിന്നെയാണ് ഈ ക്ലിക്കായത്. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ വീഡിയോ എടുക്കാൻ പോയില്ലേ, ആ തുണി മേടിച്ച് ചേട്ടൻ്റെ വീഡിയോ. അപ്പോൾ സാധാരണ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വല്ലവും ആഹാരവും വെള്ളമൊക്കെ ഞാൻ മേടിച്ച് കൊടുക്കും ക്യാമറമാൻ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി വന്നിട്ട് ഒന്നും മേടിച്ച് കൊടുക്കായിരിക്കും ശരിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ജ്യൂസിൻ്റെ കടയിൽ പോയായിരുന്നു. അവിടെ വെച്ച് ഞാൻ അവക്കാഡോ ഒരു മാംഗോ ഷേക്ക് 2 ഓർഡർ ചെയ്തു. 2 അവന് വേണ്ടി തന്നെ ഓർഡർ ചെയ്തത്. എനിക്ക് തോന്നുന്നു അവന്മാർ കേട്ട് കാണും ഞാൻ ഓർഡർ ചെയ്യുന്നത്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു വഴിയിലൊക്കെ ഞാൻ ഡയറ്റ് ബ്രേക്ക് ചെയ്യുന്നതായില്ല. ഞാൻ അവനിക്ക് പറഞ്ഞു അറ്റ്ലീസ്റ്റ് അവൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു വീഡിയോ എടുത്ത് വെക്കാൻ മേലെ ഞാൻ കുടിച്ചില്ലെന്ന്. അപ്പോൾ പിന്നെ ഇതിനെക്കാട്ട് നല്ലതല്ലേ. ഇത്രയും ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു 18 ദിവസത്തേക്ക് ഞാൻ 18 ദിവസം ചെയ്തു. ഇനി എന്തിനാണ് ഈ ബാക്കിയുള്ള ഒരു 12 ദിവസത്തേക്ക് ഡയറ്റ് ബ്രേക്ക് ചെയ്യുന്നത്? എനിക്ക് എന്തോ ഒരു കുറച്ച് മധുരമുള്ള വെള്ളം എന്തിനും കുടിക്കാൻ തോന്നുന്നുണ്ട്. ആഹാരമൊന്നും വേണം, മധുരമുള്ള വെള്ളം എനിക്ക് വേണ്ട. ഇന്ന് ഞാൻ മറ്റേ ഈ ഇറച്ചി കൂടുതലായില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചൂടല്ല ഫുള്ളായിട്ടിരിക്കുന്ന ഇതുണ്ട്. അതിന് വേണ്ടി എനിക്ക് സോഡ വല്ല കുടിക്കാൻ താല്പര്യം. ഇഗ്നോർ ചെയ്യാം, അല്ലാതെ അല്ലെങ്കിൽ സോഡ മേടിച്ചിട്ട് വരാം. സോഡ മേടിച്ചേക്കാം. നിങ്ങൾ കുറച്ച് പേർക്ക് ആ ഹെയർ ക്രീം എന്ന് അറിയണമായിരുന്നല്ലോ. അതെന്തായാലും നാളെ മറ്റന്നാളെ എൻ്റെ കയ്യിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഞാൻ വീഡിയോക്കകത്ത് കാണിച്ചു തരാം. എനിക്ക് മേടിക്കാൻ പാടില്ല, എന്നാലും ഒരെണ്ണം മേടിച്ചേക്കാം. വെള്ളം എടുത്തേക്കാം. ഇവന്മാരെ 3 പേര് എനിക്ക് ഒരു പരിചയം പോലില്ല. അവർ വഴി വെച്ചെല്ലാം നിർത്തിയിട്ട് കൊള്ളാം. ഞാൻ വഴി കൂടി പോകുമായിരുന്നു. ഇവന്മാർ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാം പിടിച്ച് നിർത്തി. അവർക്ക് 3 പേർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കും. എൻ്റെ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ഥലം എവിടെയാ? ആസൻ. ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ത് നടന്നത്. ഞാൻ ഈ വെള്ളം മേടിച്ച് പുറത്തിറക്കിയപ്പോൾ അവന്മാർ മുമ്പിലായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരെൻ്റെയൊക്കെ പറഞ്ഞ് 60 രൂപ ഉണ്ടാവും. ഞാൻ പറഞ്ഞാൽ എന്തിനാണെന്ന്. അവന്മാരെന്ന് പൊറോട്ട കഴിക്കാമല്ലോ. ഞാൻ പറഞ്ഞു അന്നേച്ച് വാന്നൊക്കെ പൊറോട്ട മേടിച്ച് തരാമെന്ന്. വാന്ന് പറഞ്ഞാൽ 3 പേരുണ്ട്. അപ്പോൾ ഏതായാലും 3 പേർക്കുള്ള ആഹാരം മേടിച്ചിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുക. എല്ലാവരും കൊള്ളാം. ഞാൻ എപ്പോൾ ഈ ക്യാമറ വെച്ചാലും അപ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാനിപ്പോൾ വരുന്ന വഴിയിൽ ഈ 2 സാധനം കയ്യിരിക്കുമല്ലോ. 2 പയ്യന്മാരെൻ്റെ അടുത്ത് വന്നിട്ട് പറയുവാണ് വെള്ളം അടിക്കാൻ വേണ്ടിയാണെന്ന്. ഞാൻ പറഞ്ഞു അല്ലെന്ന്. അവന്മാർക്ക് വിശ്വാസമില്ലടാ. കൊള്ളാം. അപ്പോൾ അവന്മാരെ തെറ്റു പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഉണ്ടെന്ന് പിന്നെ എന്ത് പറയാം. ഞാൻ എഡിറ്റ് ചെയ്യാൻ കയറിയിരിക്കാൻ പോവുകയാണ്. എനിക്ക് ഇപ്പോഴും 4 വീഡിയോ എല്ലാം ഞാൻ പാതിരാത്രി ഷിഫ്റ്റ് ചെയ്തു. പാതിരാത്രി ഷിഫ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ ഉച്ചയ്ക്ക് വെറുതെ ഇരുന്ന് അത്രയും സമയം ഞാൻ കളനേക്കാട്ടും നല്ലത് ആ സമയം ഫുള്ളും എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം പാതിരാത്രി ഞാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ രാവിലെ ഫുള്ളും ഫ്രീ ആണ് ഞാൻ. എപ്പിടി ഇരിക്ക് പ്രമാദം അല്ല, ഞാൻ യോസിച്ച് പ്രമാദം തന്നെ. ഫുഡിന് കഴിക്കാറുണ്ട്. ഫുഡ് ഓൾറെഡി കഴിച്ച് വേറെ എന്തൊക്കെ ആയതാ. പക്ഷേ ഇപ്പോഴും 1 കിലോ മീൻ ഇരിക്കുന്നു. ഇന്നലെ കേര മേടിച്ച് തീർന്നിട്ടില്ല, 3 കിലോ മേടിച്ചത്. അതിപ്പോൾ കഴിക്കണം. അതിപ്പോൾ കഴിച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ പോയി ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നെ കൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ കഴിക്കാം. രാത്രി 2 മണിയാവുകയാണ്. ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തത്. എന്ത് ചെയ്യാനാണ്. എന്തായാലും എനിക്ക് കഴിക്കേണ്ട ആഹാരം ഞാൻ ചൂടായി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് കാണണം. മീൻ മാത്രമേ ഉള്ളൂ. ഒന്നൊരു ചൂടാക്കിയല്ലേ പിന്നെ ഒരു ബോറായി പോവും. കൊള്ളാം.